അവസരം റിക്സ് നല്ലൊരു പുതിയൊടിക്ക് എല്ലാവർക്കും സന്തോഷം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഊബർ ഓടി നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഇന്നത്തെ എൻ്റെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഊബർ ഓടാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഊബർ ഓടുന്ന കുറേ ഡേ ഇൻ ലൈഫ് വീഡിയോസും പല വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് എടുത്ത് കാണാൻ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ സമയം വന്നിട്ട് 10:12 ആയിട്ടുണ്ട്. നമ്മളൊരു 10 മണിയായ സമയത്ത് ഊബർ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള സവാരി നമ്മൾ ഓൺലൈനിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ട്രിപ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ അടുത്ത ഭാഗത്തോ എവിടെയും നോക്കുന്ന ഭാഗങ്ങളിലൊന്നും സർജ് കാണിക്കുന്നില്ല കേട്ടോ. എവിടെയും സർജൊന്നും കാണിക്കുന്നില്ല. ഒക്കെ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. ഇന്നലെ നല്ല സർജൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും ഈ ഒരു 10 മണി സമയം കഴിഞ്ഞ് സർജ് അധികം കാണിക്കാറില്ല. സർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന നിലവിൽ ഇപ്പോൾ ആൾക്കാർ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിനാണ് സർജ് എന്ന് കാണിക്കുക. അത് സർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വല്ല വയലറ്റ് കളറിൽ അല്ലെങ്കിൽ റെഡ് കളറിൽ അങ്ങനെയൊക്കെ കാണിക്കും. ഇങ്ങനെ മാപ്പിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം അതൊന്നും നിലവിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണില്ല. അപ്പം എന്തായാലും നമുക്ക് ട്രിപ്പ് കിട്ടണവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ട്രിപ്പ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇൻ്റർസിറ്റി ഏരിയയാണ്. ഇൻ്റർസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിക്ക് പുറത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിന്ന് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ തന്നെ സിറ്റി ഏരിയയിലേക്കായിരിക്കും ട്രിപ്പ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഏവറേജ് എമൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏവറേജ് എന്ന് പറഞ്ഞാൽ ഊബറിൻ്റെ എമൗണ്ട് ഒരു 400-300, ഇവിടെ നിന്ന് മാക്സിമം 300 രൂപയുടെ മാക്സിമം അല്ല മിനിമം 300 രൂപയുടെ മുതൽ മേളിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പ് കിട്ടണവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ CNG കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് CNG ഒന്നും നിലവിൽ അടിക്കേണ്ട. ആകെ ഒരു ഘട്ടം മാത്രമേ കുറവുള്ളൂ. പിന്നെ ട്രിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് എത്ര കിലോമീറ്റർ ഓടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രിപ്പ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പ് അടിച്ചതിന് ശേഷം ബാക്കി കാണാം. അങ്ങനെ വെച്ചമാരെ സമയം വന്നിട്ട് 12:37 ആയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഒരൊറ്റ ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ല. ഊബറും കേരള സവാരിയും ഓൺലൈനിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം എന്തായാലും നിലവിൽ ഒരു സ്ഥലത്തും സർജ് ഒന്നും കാണിക്കുന്നില്ല. അതിപ്പോൾ നമ്മുടെ കൊടകര അപ്പുറത്തേക്ക് സർജ് കാണിക്കുന്നുണ്ട്. എന്തായാലും ഞാനിനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണില്ല. എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം ഞാൻ 12:30 ആയില്ലേ, ഫുഡ് കഴിക്കാൻ വീട്ടിലൊന്നുമില്ല. അപ്പം എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങടെയും ചാലക്കുടി ഭാഗത്തേക്കോ കൊടകര ഭാഗത്തേക്ക് എങ്ങടെയും കയറി നിന്നാലോ എന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് അടിയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ കാണാം. ട്രിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് CNG 8 കട്ടയുണ്ട് കേട്ടോ. 7 കട്ടയല്ല 8 കട്ടയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം കേട്ടോ. അങ്ങനെ സമയം വന്നിട്ട് ഇപ്പോൾ 6:57 ആയിട്ടുണ്ട്. നമുക്കൊരു ഒറ്റ ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ല. ഞാൻ അപ്പോൾ അതൊക്കെ ചാലക്കുടി ഭാഗത്തേക്ക് പോകാൻ കേട്ടോ. CNG ഇപ്പോഴും 8 കട്ട തന്നെ ഉണ്ട്. നമ്മൾ വേറെ എവിടെയും ഓടിയിട്ടൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ പേഴ്സൺ എടുത്തൊന്നും പറയരുത്. വേറെ ഒറ്റാപ്പിൽ നമ്മൾ ഓടിയിട്ടൊന്നുമില്ല. ട്രിപ്പ് ഇട്ട വെച്ചാൽ ആ സെറ്റപ്പിൽ തന്നെ കിടക്കുന്നുണ്ട്. 3.3 കിലോമീറ്ററാണ് നമ്മൾ ഓടിക്കണേ ഫുഡ് കഴിക്കാൻ പോയിട്ടാ. അന്നേരം ഇപ്പോൾ ഞാൻ ചാലക്കുടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒറ്റ ഓട്ടം നമുക്ക് നിലവിൽ അടിച്ചിട്ടില്ല. പഠിക്കും എന്നുള്ള മൈൻഡിലാണ്. ഇപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ചാലക്കുടിക്ക് പോണത്. ഇനിയിപ്പോൾ ചാലക്കുടി ചെന്നാലും ഓട്ടം കിട്ടുമോ എന്താണെന്ന് അവസ്ഥ എന്നറിയില്ല. ഇനി ഈ സമയത്ത് ഞാൻ കാലി അടിച്ച് തൃശ്ശൂർ വരെയും പോകണില്ല. തൃശ്ശൂർ പോയാൽ അന്നേരം ഓട്ടം കിട്ടുകയാണെങ്കിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് സമയം നമുക്ക് ചാലക്കുടി വരെ തിരിച്ചു പോകണില്ല. അപ്പോൾ ചാലക്കുടിയിലേക്ക് എന്തായാലും പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ ട്രിപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് പോണേ. അപ്പോൾ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യും ചാലക്കുടിൽ. അന്നേരം പറ്റിയില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരാളെ കാണാണ്ട് അതും കഴിച്ച് ഫുഡും കഴിച്ചിങ്ങോട്ട് തിരിച്ചു പോരും. അതാണ് ഇപ്പം നിലവിൽ ഉദ്ദേശം. ട്രിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് എടുത്ത് പോവും. അപ്പോൾ ഇതാണ് നിലവിലത്തെ സിറ്റുവേഷൻ. നമ്മൾ പിന്നെ 1 മണിക്കൂറോളം നേരം ഫോണ് നെറ്റ് റീചാർജ് ആയിട്ട് ഓഫായിപ്പോയി. ഞാൻ അതിൻ്റെ ഇടയിൽ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യം വഴിയേ കാണാം. പെട്ടിട്ടോ 10 കിലോമീറ്റർ പിക്കപ്പ്, 28 കിലോമീറ്റർ ഡ്രോപ്പ്, 400 രൂപ കേട്ടോ. ഞാൻ എടുത്തില്ല. 10 കിലോമീറ്റർ പോകണം. എന്നിട്ട് 400 രൂപയാണ് ട്രിപ്പ് ഫെയർ. 10 കിലോമീറ്റർ പോയിട്ട് 28 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. 10 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടും. ഞാൻ അതുകൊണ്ട് എടുത്തില്ല. എന്തായാലും ഇപ്പോഴാണ് ഒരു ട്രിപ്പ് കിട്ടിയത്. അവിടെ നിന്ന് ഇത്ര പോകുന്ന കഴിഞ്ഞപ്പോൾ എന്തായാലും ചാലക്കുടി ചെന്ന് കഴിഞ്ഞാൽ നല്ല ട്രിപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതല്ല അഷ്ടമെസ്സേജ് എന്നിട്ട് അവർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുഞ്ചു. ഇവിടെ നിന്ന് ഇപ്പോൾ ഗേറ്റടല്ലേ നിൽക്കണേ. ഗേറ്റട കഴിയുമ്പോൾ അത്ര സമയം എടുക്കുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ആശയില്ലാത്ത പരിപാടിക്ക് ഞാൻ പോയില്ല, എടുത്തില്ല. നിലവിൽ ഇത്ര നേരമായിട്ട് ട്രിപ്പ് അടിച്ചില്ല കേട്ടോ. ഒരു ട്രിപ്പ് എടുത്തില്ല. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പോയെടുത്തേനെ. പക്ഷേ ഈ സമയത്ത് നമ്മൾ 10 കിലോമീറ്റർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ട്രിപ്പ് ഇട്ടില്ല. അഷ്ടമി ചെറിയൊന്നും ട്രിപ്പില്ലാത്ത ഏരിയ. അപ്പോൾ അവിടെ പോയിട്ട് വീണ്ടും അവിടെ വെറുതെ ഇങ്ങനെയൊക്കെ പോസ്റ്റ് അടിച്ച് കിടക്കണമെങ്കിലും അത് എടുക്കാണ്ടിരിക്കുന്നത്. ചാലക്കുടിയിലാകുമ്പോൾ പിന്നെ കിട്ടിയില്ലെങ്കിലും തിരിച്ചു വരാമെന്ന് വിചാരിക്കാം. കാര്യം ചാലക്കുടിക്ക് സെയിം കിലോമീറ്റർ തന്നെ ഉള്ളൂ. പക്ഷേ അവിടെ നിന്ന് എന്തായാലും ട്രിപ്പ് കിട്ടുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും അപ്പോൾ നമുക്ക് ചാലക്കുടി പോകാം. സമയം 7 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചാലക്കുടിയിൽ എത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നിലവിൽ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ വീണ്ടും ഇരിക്കുന്നുണ്ട്. ഊബർ ഓഫ്ലൈനിലൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഓൺലൈനിൽ തന്നെ കിടപ്പുണ്ട്. നിലവിൽ ട്രിപ്പ് അടിച്ചിട്ടില്ല. ഒരു 8 മണി വരെ മാക്സിമം നോക്കുള്ളൂ. 8 മണിക്കുള്ളിൽ ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ പോകാനുള്ളൊരു ചാൻസ് ഇല്ല.
8 മണിക്കുള്ളിൽ ട്രിപ്പ് അടിച്ചെങ്കിൽ പോകില്ല. കാരണം 8 മണിക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിക്കുന്നത് എറണാകുളത്തേക്കാണെങ്കിൽ 8 മണി കഴിഞ്ഞതിന് ശേഷം എറണാകുളത്തേക്ക് ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ പോകില്ല, തൃശ്ശൂർക്കാണെങ്കിൽ പോവും. കാരണം 8 മണി സമയത്ത് ഇവിടുന്ന് എറണാകുളത്തേക്ക് ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ എറണാകുളത്ത് എത്തുമ്പോൾ 9:30 സമയവും. പിന്നെ അവിടെ നിന്ന് 2 ലോക്കൽ ഓടുമ്പോഴത്തേനും 11:30-12 മണിയായി. അപ്പം ഈ പറഞ്ഞ മാതിരി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാലടിച്ച് വരണം. അതിനെക്കാട്ടി നല്ലത് പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 8 മണിക്കുള്ളിൽ എറണാകുളം ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ പോവും. അല്ലാന്നുണ്ടെങ്കിൽ 8 മണിക്ക് ശേഷം ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ട് വയ്ക്കും തൃശ്ശൂർക്ക് ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചാൽ പോകുള്ളൂ. കാരണം അവിടെ നിന്ന് പിന്നെ 10 മണി 11 മണി വരെ ഓടിയിട്ട് കാല് വീട്ടിലേക്ക് വന്നാലും അത്ര പേർക്ക് വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് ഒരു 8 മണി കഴിഞ്ഞിട്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ട് 9 മണി വരെ എടുക്കും. എന്നിട്ട് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ വീട്ടിലേക്ക് കാലടിച്ച് പോകും. അതാണ് നിലവിൽ ഇന്നത്തെ സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. വെച്ചാൽ വരെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. 7:35 ആയിട്ടുണ്ട് സമയം. ആലോചിക്കാൻ അടിച്ചേക്കണം 400 സംതിങ് ആണ്. 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കസ്റ്റമർ എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം കാണാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ആലുവയിൽ എത്തിയിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനിലേക്കായിരുന്നു ഡ്രോപ്പ്. 434 രൂപയാണ് നമ്മൾ കസ്റ്റമറെ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട്. കസ്റ്റമറെ നമ്മൾ പിടിച്ചത് 494 രൂപയാണ് കേട്ടോ. അപ്പോൾ ഊബറിൻ്റെ കമ്മീഷൻ 40, 50, 60 രൂപ. വലിയ കുഴപ്പമില്ലാത്ത കമ്മീഷനായിരുന്നു കേട്ടോ. നല്ലൊരു കസ്റ്റമറായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ വണ്ടിയിൽ ഉറങ്ങായിരുന്നു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു പിക്കപ്പ് ഉണ്ടായിരുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ കലാപമൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് കസ്റ്റമർ ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അപ്പം നമ്മൾ ആലുവയിൽ എത്തിയിട്ടുണ്ട്. കേരള സഫാരിയുടെ ചിഹ്നം കാണിക്കണില്ല, എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേരള സഫാരി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഊബർ എടുക്കണ മേളിൽ ഇങ്ങനെ കത്തി കിടക്കുന്നില്ല. ഇത് വേറെ എന്തെങ്കിലും അപ്ഡേഷൻ്റെ പ്രശ്നമാണോ ഇനി അങ്ങനെയാണോന്ന് അറിയില്ല. എന്തായാലും കേരള സഫാരി നിലവിൽ ഓൺലൈനിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ട് കാണാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ വണ്ടി മൊത്തം 45.3 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 434 രൂപയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. സമയം 8:36 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അടുത്ത ട്രിപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നേരെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം. കിടന്നിട്ടേ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാണ്ടായപ്പോൾ ഞാൻ റാപ്പിഡോ റീചാർജ് ചെയ്തു. റാപ്പിഡോയുടെ റീചാർജ് കഴിഞ്ഞെടുക്കായിരുന്നു. നിലവിൽ നമുക്ക് കഴിഞ്ഞ കൊല്ലം ഓടാൻ ഇറങ്ങിയപ്പോൾ 500 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. 500 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 365 ദിവസത്തേക്ക് വാലിഡിറ്റി ഉണ്ട്. 10,000 രൂപയുടെ വരെ ഓട്ടം എടുക്കാൻ പറ്റും. റാപ്പിഡോയിൽ നമുക്ക് 10,000 രൂപയുടെ വരെ ഓട്ടം എടുക്കാൻ പറ്റും. അങ്ങനെയാണ് സെറ്റപ്പ്. അപ്പോൾ 500 രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്ലസ് 92 രൂപ GST വരും. ഒരു 600 രൂപയുടെ അടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പക്ഷെ നമ്മളത് ഓടാണെങ്കിൽ മാത്രം 10,000 രൂപയ്ക്കുള്ള ഓട്ടം ഓടാണെങ്കിൽ അത് കാര്യമുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 500 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് ആകെ 3000 സംതിങ്ങിൻ്റെ ഓട്ടമാണ് റാപ്പിഡോയിൽ ആകെ എടുത്തിട്ടുള്ളൂ. അപ്പം അത് അന്ന് ചെയ്തത് എനിക്ക് നഷ്ടമായി. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാണ്ട് ഇട്ടതാണ്. പിന്നെ ഇവിടെ ആലുവയിൽ കിടന്നിട്ട് ഇപ്പോൾ 10-15 മിനിറ്റ് കിടന്നിട്ട് ട്രിപ്പ് ഇല്ലാണ്ടായി. ഇപ്പോൾ അത് ഈ ഒരു സമയത്ത് ഇപ്പോൾ 8:50 ആയിട്ടുള്ളൂ. ഈ ഒരു ടൈമിലും ട്രിപ്പ് ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു എങ്ങാനും റാപ്പിഡോയിൽ കിട്ടിയാലെന്നുള്ളൊരു മൈൻഡ് ഞാൻ റീചാർജ് ചെയ്തു. 500 രൂപയ്ക്കല്ല റീചാർജ് ചെയ്തത്, 69 രൂപയുടെ റീചാർജാണ് ചെയ്തേക്കണേ. 500 രൂപ ചെയ്തേനെ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ജൂൺ മാസത്തിൽ വീട്ടിലൊക്കെ പണിയെടുക്കണ കാരണം മാക്സിമം ഓടില്ല. ജൂലൈ മാസത്തിലാണ് പിന്നെ ഓടാനായിട്ട് ആകെ ജൂലൈ മാസത്തിൽ മാത്രമേ ഇറങ്ങുള്ളൂ. ഓഗസ്റ്റിൽ നമ്മൾ അതിൽ നിന്ന് ആൾ ഓടില്ല. ഒരു 14-ാം തീയതി ആകുമ്പോഴത്തേനും ഞാൻ നിർത്തും. പിന്നെ അത് കഴിഞ്ഞ് ഓണായി ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. നമുക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെ റാപ്പിഡോ ഓടില്ല. പിന്നെ ഓടാൻ ഇറങ്ങുകയാണെങ്കിൽ തന്നെ എറണാകുളം ഭാഗത്തേക്ക് അധികം വരാൻ ചാൻസ് ഇല്ല, തൃശ്ശൂർ ഭാഗത്തേക്കേ പോവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര മടിച്ചിട്ടാണ് റീചാർജ് ചെയ്തേക്കണം. നഷ്ടമാകുമോ അറിയില്ല. എന്തായാലും 69 രൂപ പ്ലസ് 12 രൂപ GST 18% ടാക്സ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സമയം 9:10 ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ ട്രിപ്പോ കാര്യങ്ങളൊന്നും അടിച്ചില്ല. ഞാൻ ഓലയും കൂടി ഓൺലൈനിലാക്കിയിട്ടുണ്ട്. ഓൺലൈനിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്നിലും യാതൊരു വിധ ട്രിപ്പും നമുക്ക് നിലവിൽ അടിച്ചിട്ടില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷൻ അവിടേക്ക് പോയാലോന്നൊരു ഒരു പ്ലാനിങ് ഉണ്ട്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാലും എന്താ അവസ്ഥ എന്നറിയില്ല. മൊത്തത്തിൽ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. വീട്ടിൽ കിടന്നാൽ മതിയായിരുന്നു. എന്തിൻ്റെ കേടായിരുന്നു. 45 കിലോമീറ്റർ ഓടിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ച് 40 കിലോമീറ്റർ 45 കിലോമീറ്റർ ഇനി വീട്ടിലേക്ക് ഇവിടുന്ന് തിരിച്ചു പോകണം. ഇപ്പം CNG എടുക്കാനുള്ള പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം എന്തായാലും നമുക്ക് നോക്കാം. 2 ട്രിപ്പെങ്കിലും എടുത്ത് ഒരു 1500 രൂപയെങ്കിലും ഒപ്പിച്ചാണ്ട് ഒരു കാര്യമില്ല. വെറുതെ വീട്ടിലിരിക്കണായിരുന്നു നല്ലത്. നമുക്ക് അവിടെ നിന്ന് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 10-12 മിനിറ്റ് മുമ്പ് ഒരു 6.5 കിലോമീറ്റർ ഡ്രോപ്പായിരുന്നു. കസ്റ്റമർ തൊട്ടടുത്ത് തന്നെയായിരുന്നു. മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. നമ്മളവിടെ നിന്ന് പതുക്കെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി നീക്കി കിടക്കണ്ടായിരുന്നു. നമ്മുടെ അവിടെ കുറച്ച് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ പെരുമ്പാവൂർ റോഡാണ്. സ്ഥലത്തിൻ്റെ പേര് തോട്ടുമുഖം പാലൊക്കെ കഴിഞ്ഞ്
കുറച്ചും കൂടി കയറിയിട്ട് കുട്ടമശ്ശേരി തോന്നുന്നു സ്ഥലത്തിൻ്റെ പേര്. അപ്പം അവിടെ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഈ നിൽക്കണ ഭാഗത്ത് ചെറിയൊരു സർജ് കാണിക്കുന്നുണ്ട് കേട്ടോ. സർജ് ഈ ഒരു സർജാണ് കാണിക്കണേ, ട്രിപ്പൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഈ കസ്റ്റമർ വണ്ടിയിൽ പിന്നെ അടിക്കണേ തൊട്ടും വരെ നമ്മുടെ കേരള സവാരിയിൽ ഒരു 8.89 കിലോമീറ്ററിൻ്റെ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, 190 രൂപ. പക്ഷെ നമുക്കത് കിട്ടിയില്ല. നമ്മൾ 2 ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് 568 രൂപയാണ് കേട്ടോ ഏൺ ചെയ്തേക്കണേ. ലാസ്റ്റ് ട്രിപ്പിൽ നമുക്ക് 134 രൂപ 84 പൈസ, 134 രൂപയാണ്. അതായത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 6.5 കിലോമീറ്റർ, 6 6 12, കുഴപ്പമില്ല, ഒരു 10-22 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും സീനില്ല. അപ്പം എന്തായാലും നമുക്കിനി അടുത്ത ട്രിപ്പ് കിട്ടുന്നവരോട് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പം കയറിയ കസ്റ്റമർ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. ഞങ്ങൾ വലിയ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ എയർപോർട്ടിലേക്ക് പോയാലെന്നൊരു ആലോചനയുണ്ട്. പക്ഷേ വീട്ടിൽ എനിക്ക് എന്തായാലും ഒരു 2 മണിയാകുമ്പോഴെങ്കിലും എത്തണം. അപ്പോൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാലും ട്രിപ്പ് ഇപ്പം ഒന്നും അടിക്കില്ല. ഇവിടെ നിന്ന് കാലടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിലും 10 കിലോമീറ്ററിൻ്റെ താഴെയുണ്ട്. തീരുമാനിച്ചിട്ടില്ല, എന്തായാലും നോക്കി നോക്കണം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് കാണാം. ഇപ്പം സമയം 9:43 ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം സമയം 9:58 ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ലാഗ് ഉണ്ടായുള്ളൂ. മാച്ച് ട്രിപ്പായിരുന്നു. 444 കാണിച്ച 32 കിലോമീറ്റർ ഡ്രോപ്പ്, 2.5 കിലോമീറ്റർ പിക്കപ്പ്. 10-15 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടുമായിരിക്കും. എന്തായാലും 1000 കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കുത്തി. നഷ്ടമാണ്. എന്തായാലും കുഴപ്പമില്ല, ഒരു ട്രിപ്പ് കിട്ടാത്തതിനേലും ഭേദമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ട്രിപ്പും കൂടി എടുത്ത് ഏകദേശം 45 മിനിറ്റ് എടുക്കുമെന്ന് പറയണേ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ട്രിപ്പും കൂടി എടുത്തിട്ട് വീട്ടിലേക്ക് പോവും. മിക്കതും വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു 12 മണി 1 മണി വരെ ഓടും. ആ ട്രിപ്പ് കഴിയുമ്പോഴേക്കും ഏകദേശം സമയവും. പിന്നെ ഈ നായരമ്പലം ഭാഗത്ത് നിന്ന് ട്രിപ്പ് കിട്ടാൻ വളരെ ശോകമായിരിക്കും. അപ്പം എന്തായാലും നമ്മൾ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. എന്തായാലും ഒരു 12 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യും. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം. എന്തായാലും കസ്റ്റമറുടെ ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ നായരമ്പലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം വന്നിട്ട് ഇപ്പോൾ 11 മണി ആയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറോളം എടുത്തു നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കസ്റ്റമറിൽ നിന്ന് നമ്മൾ മേടിച്ചിരിക്കുന്നത് 619 രൂപ ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 423 രൂപ. അതായത് ഊബറിൻ്റെ കമ്മീഷൻ 200 രൂപയോളം ഊബറിൻ്റെ കമ്മീഷനാണ് കേട്ടോ. നമുക്ക് കിട്ടിയത് 423 രൂപ. അപ്പം അതാണ് അവസ്ഥ. എന്താ കിലോമീറ്റർ വന്നിട്ട് കണ്ടില്ലേ, 32 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. കസ്റ്റമർ പിക്ക് ചെയ്യാൻ വേണ്ടി 2.5 കിലോമീറ്റർ ഉണ്ടായത്. അതായത് ടോട്ടൽ ഒരു 35 കിലോമീറ്റർ ആയിരുന്നു ഈ ട്രിപ്പ് ഉണ്ടായിരുന്നത്. നമ്മുടെ വണ്ടി വീട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം ഇപ്പോൾ 87 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമ്മൾ ഇനി ഒരു ട്രിപ്പും കൂടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകണം. ഇവിടെ നിന്ന് വീട്ടിലേക്ക് അത്യാവശ്യം വഴിയുണ്ട്. കാലടിച്ച് പോകാൻ പറ്റില്ല എന്നല്ല, കിട്ടിയില്ലെങ്കിൽ പോകാണ്ട് പറ്റില്ല, വേറെ നിവൃത്തിയില്ല. വീട്ടിൽ ചെല്ലേണ്ട കാര്യമുണ്ട്, നൈറ്റ് ഓടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം. ഹോം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര കിലോമീറ്റർ? 45 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. 45 കിലോമീറ്റർ കാലടിച്ച് പോക്ക് ടാസ്ക്കാണ്. പിന്നെ ഇപ്പോൾ പോയി കഴിഞ്ഞാലും 12-10 അവിടെ എത്തുള്ളൂ. എന്തായാലും 1 മണിക്കൂറോടെ വെയിറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ട്രിപ്പ് എടുത്തിട്ട് ഈ എറണാകുളം ഭാഗത്തേക്കായാലും ഒരു ട്രിപ്പ് കിട്ടിയാൽ പോലും അവിടെ നിന്ന് 45-50 കിലോമീറ്റർ ഒക്കെ തന്നെയായിരിക്കും വീട്ടിലേക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഏതെങ്കിലും ഒരു ട്രിപ്പും കൂടി എടുത്തിട്ട് പോകാനാണ് പ്ലാനിങ്. മാക്സിമം ഒരു 12-12 വരെ വെയിറ്റ് ചെയ്യും. കാലടിച്ച് പോകാൻ ഉദ്ദേശമില്ല. ഇനി കാലടിച്ച് പോവുകയാണെങ്കിൽ 8 കിലോമീറ്റർ ഉണ്ട് ഇവിടെ പറവൂർക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം കയറിയത് ഒരു ഉമ്മച്ചിയും 2 പിള്ളേരും പിന്നെ ആ കൊച്ചിൻ്റെ കൊച്ചും ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 3-4 പേരായിരുന്നു കയറിയിട്ടുണ്ട്. 3-4 പേര്, 3 പേര്, 3 വലിയവരും ഒരു കുഞ്ഞു കൊച്ചും. അപ്പോൾ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. വേറെ അവർ കല്യാണത്തിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു. നമ്മളായിട്ട് വലിയ കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് കിട്ടണ വെയിറ്റ് ചെയ്യണം. ഭയങ്കര ഷോക്കാണ്. ബോറടിക്കുന്നുണ്ടല്ല, ഉറക്കം വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ആകെ ടോട്ടൽ ഏൺ ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 991 രൂപയാണ് കേട്ടോ. 991 രൂപ. എന്തായാലും 1000 രൂപ ആയിട്ടുണ്ട് കഷ്ടി. നമുക്ക് അവിടെ നിന്ന് ഒരു ചെറിയൊരു ട്രിപ്പും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഊബറിൽ തന്നെയാണ് കേട്ടോ. 116 രൂപയുടെ 1.25 കിലോമീറ്റർ പിക്കപ്പും 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡ്രോപ്പും ഒരു 3 കിലോമീറ്റർ 116 രൂപ കേട്ടോ. കസ്റ്റമറിനെ നിന്ന് മേടിച്ചേക്കണ എമൗണ്ട് 160 രൂപ കേട്ടോ. 116 നമുക്ക് കിട്ടിയിട്ട് കസ്റ്റമറിനെ നിന്ന് മേടിച്ചത് 160 രൂപ. ഊബറിന് 44 രൂപ ഊബറുകാരെടുത്ത്. ഊബറിനാണ് ലാഭം. എന്തായാലും ഈ ട്രിപ്പ് നമുക്ക് നഷ്ടമില്ല കേട്ടോ. 3 അല്ല
4 പേരാണ്ടുണ്ടായിരുന്നു. 3 ഭായിമാരും ഒരു മലയാളിയും ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ബാറിന്ന് കയറിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് കിട്ടണവരെ അവിടെ പുറത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പം സമയം വന്നിട്ടേ 11:48 11:48 കേട്ടോ. എന്തായാലും നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യണില്ല. ഒരു 15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് കാലടിച്ച് വീട്ടിൽ പോകും. എന്തോ ഭാഗ്യം കൊണ്ടൊരു ട്രിപ്പ് വേണ്ടിയിട്ടുണ്ട് കേട്ടോ. 1.8 കിലോമീറ്ററുള്ളോ. രക്ഷപ്പെട്ടു. 10 അടി പാലത്തേക്കാണ്ട എടപ്പള്ളി. അപ്പം എന്തായാലും ഇനി അവിടെ നിന്ന് ഡെസ്റ്റിനേഷൻ ഇട്ട് പോവുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. റേറ്റും കിലോമീറ്ററും ഞാൻ കാര്യമായിട്ട് നോക്കിയില്ല. കാരണം എത്ര കിട്ടിയാലും എടുക്കാന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം ഇനി ഇവിടെ നിന്ന് വേറെ ട്രിപ്പൊന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എന്നുള്ള രീതിയിൽ കിലോമീറ്റർ ഒന്നും നോക്കിയില്ല. 300 സംതിങ് ആണ് കേട്ടോ. എന്തായാലും കിലോമീറ്റർ കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. 300 രൂപയ്ക്കുള്ള വഴിയല്ല. എന്തായാലും കിട്ടിയത് എടുക്കാൻ പോവാ ഇതന്നെ. അപ്പം എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മളെ വണ്ടി പതുക്കെ നീക്കി വഴി തന്നെ കസ്റ്റമർ ക്യാൻസൽ ചെയ്തു കേട്ടോ. നമ്മളീ നിൽക്കണ ഭാഗത്ത് ചെറുതായിട്ട് സർജ് ഉണ്ട്, നിൽക്കണതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും. വേറെ 1.x അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. എന്നാലും ചെറിയൊരു സർജ് ഉണ്ട്. ഇത് കാണിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സമയം 12:15 നമുക്കിപ്പോൾ ഒരു മാച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തൊരു സിനിമ തിയേറ്ററിൽ നിന്ന് 1.5 കിലോമീറ്റർ പിക്കപ്പും 3 കിലോമീറ്റർ ആണ്ട് ഡ്രോപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ആ ട്രിപ്പ് കിട്ടിയില്ല. 122 രൂപയുടെ ആയിരുന്നു കേട്ടോ. നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചത് ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു എന്ന് എനിക്ക് തോന്നണേ. കാരണം അതും ഒരു 1.8 കിലോമീറ്റർ ആയിരുന്നു പിക്കപ്പ് ഉണ്ടായിരുന്നത്. ആ ഭാഗത്ത് പോയി നിൽക്കായിരുന്നു. എന്തെങ്കിലും ഓട്ടം കിട്ടിയാനായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പോകണില്ല. 12:16 ഞാനൊരു 12:20 ആകുമ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. എന്തായാലും നിലവിലൊരു പറവൂര് എത്തണ വരെ ഡെസ്റ്റിനേഷൻ ഇടുന്നില്ല. പിന്നെ ഇവിടെ നിറച്ചും പട്ടികളാണ് കേട്ടോ. ഉണ്ടാ വണ്ടിയുടെ ഫ്രണ്ടിൽ സൈഡിൽ പോണ വഴിയിലൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. നിറച്ചു പട്ടികളാണ്. പോരണ വഴിയിലൊക്കെ പട്ടികളായിരുന്നു കേട്ടോ. ഈ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോർട്ട് കൊച്ചിയിലാണ് ഞാൻ എത്രയും പട്ടികൾ കണ്ടേക്കണേ. ഇപ്പം മനസ്സിലായി ഇവിടെ ഉണ്ടെന്ന്. പോയിരുന്ന വഴിയിലൊക്കെ കണ്ടു കിട്ടാ. നമ്മുടെ പറവൂര് കഴിഞ്ഞിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ നിറച്ചു പട്ടികളായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 4 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. ആ ഭാഗം പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ തിയേറ്ററിൻ്റെ ഭാഗം സിനിമ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ട്രിപ്പിൻ്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ കളറിൽ വൈലറ്റ് കളറിൽ സർജ് കാണിക്കണോണ്ടും നമ്മൾ പോകാനുള്ള പ്ലാനിങ് ഉള്ളതുകൊണ്ടും നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ആ ഭാഗത്തൊന്ന് പോയിട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഇത്ര കിലോമീറ്റർ നമ്മളൊന്ന് കാട്ടിക്കളഞ്ഞു. അപ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട. അവിടെ സർജ് കാണിച്ചുകൊണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും വേണ്ട, നമുക്കൊന്ന് വെറുതെ ഒന്ന് പോയി നോക്കാം. 2 കിലോമീറ്റർ അല്ലേ പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക. 2 കിലോമീറ്റർ. അപ്പം എന്തായാലും പോയി നോക്കിയിട്ട് ബാക്കി കാണാം. ഓക്കെ. സർജ് നോക്കി 3 കിലോമീറ്റർ പോകുന്നു. 3 കിലോമീറ്റർ പോന്നിട്ടും ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇനിയും 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇനി അധികം അങ്ങോട്ട് വെറുതെ കാലടിച്ച് പോകണില്ല. ഇവിടം വരെ വന്നുകൊണ്ട് നമ്മളൊരു 30 വരെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ച്. 12:30 വരെ, മാക്സിമം 12:30 വരെ. എൻ്റെ അപ്പുറത്തേക്ക് പിന്നെ വേറെ വർത്താനില്ല. എന്തായാലും നമ്മൾ വീട്ടിൽ പോകും. 12:30 ട്രിപ്പ് അടിക്കുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. എന്തായാലും മിക്കതും ട്രിപ്പ് അടിച്ചിരിക്കും, ഉറപ്പാണ്, കൺഫേം. അപ്പോൾ എന്തായാലും നമ്മൾ ട്രിപ്പ് എടുത്തിട്ട് തന്നെ പോകുള്ളൂ. 12:30 എടുത്തിട്ട് തന്നെ പോകും. നോക്കിക്കോ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ട്രിപ്പ് കിട്ടില്ല എന്നൊക്കെ. എന്നിട്ട് 12:30 നമുക്ക് വേറെ ട്രിപ്പോ കാര്യങ്ങളൊന്നും അടിച്ചില്ല. നമ്മുടെ നിൽക്കണേൻ്റെ ഇപ്പുറത്തായിരുന്നു സർജ് കാണിക്കേണ്ടായിരുന്നു. ആ സർജും കാര്യങ്ങളൊക്കെ പോയിട്ടാ. ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല. സർജ് വെറുതെ ഉണ്ടോ. നമ്മുടെ ഈ നിൽക്കണ ഭാഗത്തൊന്നും വേറെ വണ്ടിയൊന്നും ഞാൻ നോക്കിയിട്ട് കാണാനില്ല. ഊബറിൻ്റെ ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് വേറെ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ട് നമുക്ക് ട്രിപ്പ് അടിച്ചില്ല. സർജ് മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് സമയം കാട്ടി കളയണില്ല. നമ്മൾ വീട്ടിൽ പോവാണ്. 31 ഇനി തിരിച്ചു പോകണം വീട്ടിലേക്ക്. 47 കിലോമീറ്റർ ഉണ്ട്. ടോട്ടൽ കിലോമീറ്റർ 94 കിലോമീറ്റർ ആയിട്ടുണ്ട്. CNG വന്നിട്ട് 5 കട്ടയാണ്. വീട്ടിൽ നിന്ന് എടുത്തപ്പോൾ 8 കട്ടയായിരുന്നു. 3 കട്ട കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി CNG അടിക്കേണ്ടി വരില്ല. എന്നാലും വീട്ടിൽ ചെന്നിട്ട് കാണാം. ടോട്ടൽ ഏൺ ചെയ്തിരിക്കുന്നത് നമ്മൾ 4 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഏണിങ് എമൗണ്ട് എന്ന് പറയുന്നത് 1108 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും ഏൺ ചെയ്തു. ഇപ്പോഴും സർജുള്ള സ്ഥലത്തൊക്കെ തന്നെ നിൽക്കണം. പക്ഷേ ട്രിപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ട്രിപ്പ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നേരത്തെ കിട്ടിയപ്പോൾ ഞാൻ കുറേ സന്തോഷിച്ചായിരുന്നു. പക്ഷെ എന്നാലും ഭാഗ്യമില്ലാണ്ടായിപ്പോയി. ഇനിയിപ്പോൾ ഒരു എയർപോർട്ട് കിട്ടിയാലും മതി, സൗകര്യമായിട്ട് വീട്ടിൽ പോയിരുന്നു. കിട്ടൂല.
അപ്പം എന്തായാലും ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ട്രിപ്പ് അടിച്ചിട്ട് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, നല്ലൊരു ട്രിപ്പ് അടിക്കട്ടെ. എല്ലാ സംഭവവും ഓൺലൈനിൽ തന്നെയാണ് കേട്ടോ. ഊബർ, ഓല, യാത്രി, റാപ്പിഡോ ഒക്കെ ഓൺലൈനിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഒന്നിലും നിലവിൽ ട്രിപ്പ് അടിച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ മറ്റേ കസ്റ്റമറെ ഫസ്റ്റ് ആലുവയിൽ നിന്ന് എടുത്ത കസ്റ്റമർ ഉണ്ടല്ലോ, അവരെടുത്ത് പോകുന്ന സമയത്ത് ഒരു ഓലയിൽ ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു. 4 കിലോമീറ്റർ ഡ്രോപ്പ്, 3 കിലോമീറ്റർ പിക്കപ്പ്, 140 എത്ര ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യം വഴിയെ കാണാം. വരെ നമ്മൾ ഏകദേശം വീടെത്താറായിട്ടുണ്ട്. 140.5 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. CNG ഇപ്പോൾ 4 കട്ടയാണ് ബാലൻസ്. വീട്ടിൽ നിന്ന് എടുത്തപ്പോൾ 8 കട്ടയുണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1108 രൂപയാണ്. വേറെ ഒറ്റ ആപ്പിൽ നമ്മൾ ഓടിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. മരടിക്കായിരുന്നു, 40 കിലോമീറ്റർ ഡ്രോപ്പായിരുന്നു കേട്ടോ. നമ്മൾ ആ ട്രിപ്പ് എടുത്തില്ല കൊടുങ്ങല്ലൂർ വെച്ചായതുകൊണ്ടും അവിടെ നിന്ന് വീട്ടിലേക്ക് അധികം വഴി, പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വീട്ടിലേക്കുള്ളതിനേക്കാൾ കൂടുതൽ ദൂരമാണ് മരടിയിൽ നിന്ന്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ട്രിപ്പ് എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കാലടിച്ച് പോന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 1:25 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഗേറ്റ് അടിയും കഴിഞ്ഞ് വീട്ടിലെത്തണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി വേണ്ടി വരും. അപ്പോൾ സമയം 1:35. നമ്മൾ രാവിലെ 10 മണിക്ക് ഇറങ്ങിയതാണ്. അത് 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ വൈകുന്നേരം 10 മണി 2, 4, അതായത് 16 മണിക്കൂർ കൂടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏണിങ്സാണ് 1105 രൂപ. അതിനകത്ത് നമ്മുടെ CNG എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഏകദേശം ഇന്ന് നമുക്ക് CNG അടിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഇന്നത്തെ നമ്മുടെ 145 കിലോമീറ്ററോളം ആകും ഏകദേശം വീട്ടിലെത്തുമ്പോൾ. 145 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 500 പിടിക്കാം. 500-550 രൂപ, 550 രൂപ, 600 രൂപയുടെ CNG വരും മാക്സിമം. 600 രൂപയുടെ CNG വന്നിട്ടുണ്ട്. 600 രൂപയുടെ CNG. പിന്നെ നമുക്ക് ഫുഡിൻ്റെ പൈസയായിട്ട് ഒരു 200 രൂപ കൂട്ടണുള്ളൂ ഞാൻ. 200 രൂപ, 800 രൂപയാണ് ചിലവ് വന്നേക്കണം. ബാക്കി ബാലൻസ് എന്ന് പറയുന്നത് 300 രൂപയാണ് കേട്ടോ. പിന്നത്തെ നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് 300 രൂപയാണ് കേട്ടോ. 300 രൂപ എന്ന് പറയാൻ പറ്റില്ല. വണ്ടിയുടെ ചിലവിനും വണ്ടിയുടെ മെയിൻ്റനൻസിനും EMIക്കും ഇതിനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കേണ്ട അവസ്ഥയാണ്. നിലവിൽ ട്രിപ്പുകളൊന്നും ഇല്ല. സർജ് വെറുതെ കാണിക്കൽ മാത്രമേ ഉള്ളൂ. ട്രിപ്പ് വളരെ ശോകം, വളരെ ശോകം. ഒറ്റ ആപ്പിലും ഇല്ല, ആകെ ഊബറിൽ മാത്രം എന്തെങ്കിലും ട്രിപ്പുകൾ കിട്ടണത്. ബാക്കിയുള്ള ലാൻഡിലൊരിക്കുന്ന ഒരു ട്രിപ്പ് കിട്ടണത്. അതിൽ പക്ഷെ പിന്നെ റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഊബറിലൊക്കെ 15 രൂപ, 12 രൂപ, 14 രൂപയ്ക്ക് ട്രിപ്പിനുള്ളൂ. മുന്നൊക്കെ ഒരു 18 രൂപയെങ്കിലും കിലോമീറ്ററിന് ട്രിപ്പ് റേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വന്നിട്ട് ഒട്ടും റേറ്റ് ഇല്ല. ഷോക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഡീസലിനും CNGക്കും പെട്രോളിനൊക്കെ വില കൂടുമ്പോൾ ഊബറിൻ്റെ പൈസ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. എന്തായാലും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഊബറോടുന്ന കുറേ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.